അത് ആവശ്യമാണ്. കാരണം ഞാൻ പൂജപ്പുര വാർഡിന്റെ കൗൺസിലറായിരുന്നു. നിങ്ങളിപ്പോൾ പൂജപ്പുര പോയി നോക്കിയാൽ അറിയാം, ഒരു 2 ടേബിൾ ഇട്ട് 2 ചെയർ വിട്ട് കഴിഞ്ഞാൽ ആ ഓഫീസിൽ പിന്നെ ഒരാളിന് കയറാൻ പോലും പറ്റില്ല. വന്നിട്ടുണ്ട് അവിടെ പൂജപ്പുര മാർക്കറ്റ് ബിൽഡിങ്ങിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ പ്രവർത്തിച്ച ഒരു ഓഫീസുണ്ട്. 2 ടേബിൾ ഇടാം, ക്ലർക്കിനും എനിക്കും ഇരിക്കാനുള്ള ഒരു ചെയറും ഉണ്ട്. പക്ഷേ ഒരു 10-15 ആൾക്കാരുള്ള ഒരു വാർഡിന്റെ ഓഫീസിൽ ഒരു 10 പേര് വന്ന് കയറി ഇരിക്കാനായിട്ട് സുഖമില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് പറയാൻ സ്ഥലമില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പറയാനുള്ള സൗകര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ ഗോവയിലേക്ക് ഒരു MLA ഒരു അസംബ്ലി മണ്ഡലത്തിൽ 15,000-20,000 വോട്ടർമാരൊക്കെയാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൽ തന്നെ 15,000-20,000 വോട്ടർമാർ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരു MLA നിലവാരത്തിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പ്രവർത്തന സൗകര്യത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഉയരേണ്ട ഒരു പ്രദേശമാണ്. അപ്പോൾ കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള സൗകര്യം ഉണ്ടാകണം. അത് ഏത് സിസ്റ്റമാണ് ചെയ്തു കൊടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണോ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണോ, അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അവർക്ക് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാവണം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉണ്ടാകണം, ജനങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടാകണം,